ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ആകെ ഇന്നലെയും പറഞ്ഞില്ലേ ബിസിയാണ്. ഞാനിപ്പോൾ കാണിച്ചില്ലേ, കുറച്ചൊക്കെ എല്ലാം പാക്കിങ് പെട്ടികളിലൊന്നും ആക്കി ഫിനിഷിങ് ചെയ്തില്ല. ഇപ്പം സമയം 10 മണി കഴിഞ്ഞ് വീഡിയോ ഇടാമെന്ന് പറഞ്ഞാൽ. അപ്പം തിങ്കളാഴ്ചയാണ് പോണത്, രാവിലെ 10:30. അപ്പം ഓരോന്നൊക്കെ ചെയ്ത് ഇവരുടെയും കാര്യങ്ങളൊക്കെ. അപ്പം ജയശ്രീ ചോദിച്ചായിരുന്നു ഞങ്ങൾ പോകുന്നണേ അപ്പച്ചൻ്റെ അടുത്ത് ആരുണ്ടെന്ന്. അപ്പച്ചൻ്റെ അടുത്ത് മിക്കവാറും കഴിവതും ഹസ്ബൻഡ് വീട്ടിലിരുന്ന് ജോലി ചെയ്യുമെന്ന് നോക്കും. പിന്നെ ഒരാടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിശ്വസിച്ചുള്ളവരെല്ലാം നിർത്താനും പറ്റത്തുള്ളൂ ഇക്കാലത്ത്. അല്ലാതെ ആരെങ്കിലുമൊക്കെ നമുക്ക് അത്രയ്ക്ക് പരിചയമുള്ളവരെല്ലാം നിർത്താൻ പറ്റും. അപ്പച്ചൻ പറയുന്നത് ആരും വേണ്ടെന്ന്. എന്നാലും നമുക്കൊരു മനസ്സിനൊരിതുകൊണ്ട് നോക്കട്ടെ എങ്ങനെയാന്ന്. പിന്നെന്താ, അപ്പം 2 ദിവസത്തെ വീഡിയോ ഒരുമിച്ച് അങ്ങ് ഇടാമെന്ന് വെച്ചു. ഇച്ചിരിച്ചേ ഉള്ളൂ. കാരണം അന്നെല്ലാം എനിക്കിങ്ങനെ ഓരോ ഒതുക്കം പരിപാടി ഉള്ളപ്പം അന്നത്തേന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുക. പാക്കിംഗ് ഒക്കെ കുറച്ച് നടക്കുന്നു. വീഡിയോ എഡിറ്റിംഗ് ചെയ്തില്ല, ഇനി ഒന്ന് എഡിറ്റിംഗ് ചെയ്യാമെന്ന് വെച്ച് കുറച്ചൊക്കെ പാക്ക് ചെയ്ത് എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തില്ല. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നേ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ സാധനങ്ങൾ അങ്ങോട്ട് എടുത്തു വെച്ച് എന്നിട്ട് ലാസ്റ്റ് ഫിനിഷ് ചെയ്യാമെന്ന് വെച്ച് തൂക്കി നോക്കണ്ടേ. ഇൻട്രോ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ കാണിച്ചതില്ലേന്നാണ്. എൻ്റെ വീഡിയോ ഇട്ടെന്നായിരുന്നു. കണ്ടില്ല, എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുക. ഇനിയും വേണം ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യണം. നാളെ സൺഡേ അല്ലേ, രാവിലെ പ്രെയറിന് പോകണം. അത് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി ഇനിയും കുറച്ച് സാധനങ്ങളും ഇവിടെയൊക്കെ അത്യാവശ്യം ഉള്ളത് വേണം. അതൊക്കെ എടുത്തിനി വെക്കണം. അപ്പം ഇന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ സാമ്പാർ വെച്ചായിരുന്നല്ലേ, ആ സാമ്പാറുണ്ട്. അതുകൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച്. ഇത് കരുതി കൂട്ടിയാൽ ഞാൻ സാമ്പാർ വെച്ചത്. കാരണം ഇത് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്താലേ നമുക്ക് രാവിലെ പറ്റത്തുള്ളൂ ഇനി ഈ ദിവസങ്ങളിൽ. അപ്പം ചായ തിളയ്ക്കുന്നുണ്ട്. സാമ്പാർ എടുത്ത് ഞാൻ ചൂടാക്കാൻ വെച്ച് പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ വീട്ടിൽ അടുക്കളയിൽ കിച്ചണിൽ കൂട്ടാനൊക്കെ വെച്ചു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പം സമയം അതുപോലെ പോകും. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഞാൻ കുറച്ചൊക്കെ എടുത്ത്. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ചമ്മന്തി ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്ത് ചമ്മന്തി വേണ്ടിയവർക്ക് പ്രൈസിന് ചമ്മന്തി മതിയെന്ന് പറഞ്ഞപ്പം ചമ്മന്തി കൂട്ടി അവനും കൊടുത്തു. അപ്പം ചായയൊക്കെ റെഡി ആയായിരുന്നു, അവർക്കെല്ലാം കൊടുത്തു. പിന്നെ ഞാൻ കുടിച്ചില്ലായിരുന്നു. അപ്പോൾ എനിക്കും ഒരു ചായ എടുത്ത് ഞാൻ സാമ്പാറും കൂട്ടി കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ടൊമാറ്റോ ഇരിപ്പുണ്ടായിരുന്നു. അതങ്ങ് ചട്നി ഉണ്ടാക്കാനായിട്ട് എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ അതുകൊണ്ട് ടൊമാറ്റോ ഒന്നെടുത്തിനി അരിഞ്ഞ് ചട്നി ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും കമൻറ്റിൽ പറഞ്ഞു നാട്ടിൽ പോകാനുള്ള സന്തോഷമാണോ ത്രില്ലിലാണോ. നാട്ടിൽ പോകാനുള്ള സന്തോഷമുണ്ട്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കൊച്ചുങ്ങൾ അവിടെ ഇല്ല. 1-2 ദിവസം കഴിഞ്ഞിട്ടേ വരുന്നു. കാരണം കൊച്ചുങ്ങളുടെ അവധിയാണ്. അന്നേരമല്ല വീട്ടിൽ പോയി നിൽക്കാം പിള്ളേരെയും കൊണ്ട്. ഷീബയുടെ അമ്മയ്ക്കും പ്രായമൊക്കെ ആയത് കൊച്ചുങ്ങളെ കാണാനൊക്കെ കൊതിയാണ്. പോകാനായിട്ടിരുന്നപ്പോഴാണ് ഈ മൂത്ത മോൻ്റെ ജേക്കുമോൻ്റെ കൈ ഒന്ന് വീണായിരുന്നു. അവരുടെ ബർത്ത്ഡേയുടെ അന്ന് വീണ് എക്സ്റേ എടുത്ത് നോക്കണേ ഇച്ചിരി ചെറിയ ഫ്രാക്ചർ പോലെ ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞ് പൊട്ടലൊന്നും ഇല്ലെന്ന്. അങ്ങനെ ഇതൊക്കെ ഇട്ട് അവൻ 2 ആഴ്ച റെസ്റ്റിലൊക്കെ. അതുകൊണ്ടാണ് പോകാഞ്ഞത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 22 23 എങ്ങാണ്ട് അവർ പോയത്. അപ്പോൾ ഒരു 10 ദിവസമെങ്കിലും നിൽക്കട്ടെ. അന്നേരം അമ്മയും പറഞ്ഞ് സാരമില്ല, ഷീവയ്ക്ക് വിഷമമാവും ഞാൻ ചെല്ലുമ്പം വീട്ടിൽ ഇല്ലല്ലോ എന്നുള്ളതെന്ന്. അമ്മ സാരമില്ല, 2-3 ദിവസം അവർ തന്നെ അന്നേരം കുഴപ്പമില്ല. പിന്നെ സ്കൂൾ തുറന്നാൽ പിന്നെ പോകാക്കത്തില്ലല്ലേ. എല്ലാവരുടെയും അവസ്ഥ ഇതുപോലല്ലേ. അപ്പം ഞാനിപ്പോൾ ഓടി വീട്ടിൽ പോകുന്നത് പോലെ നമുക്കും എൻ്റെ വീട്ടിൽ പോകണം, അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹം പോലെ എല്ലാവർക്കും കാണത്തില്ല. അപ്പോൾ പോയതല്ലേ, അതുകൊണ്ടൊരു 10 ദിവസം നിന്നിട്ട് വരട്ടെ. അതുകൊണ്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവരവിടെ കാണത്തില്ല. ചില ടൊമാറ്റോ ഉണ്ട് നമ്മൾ എത്ര നേരം ഇട്ട് വേവിച്ചാലും അത് അങ്ങ് ഇത്തിരി
കട്ടി പോലെ ഇങ്ങനെ കിടക്കുക, തൊലിക്കട്ടി പോലെ. അപ്പം ഞാൻ എന്തോ ചെയ്യുമെന്നോ അങ്ങനെയുള്ളത് തവിയും കൊണ്ട് ഇങ്ങനെ തവിയുടെ പുറകുവശം കൊണ്ട് ഉടച്ചിട്ടും ഉടഞ്ഞില്ല എങ്കിൽ പിന്നെ നമ്മൾ ഈ സ്മാഷറും കൊണ്ടൊന്നും ഉടച്ചു കൊടുക്കും. അങ്ങനെ ഉടഞ്ഞ് ഉള്ള ടൊമാറ്റോ ചട്നിയാണ് ഇവിടെ ഇവർക്കിഷ്ടം. ഇവർക്കെന്ന് പറയാൻ പോളിന്, കൊച്ചവൻ അത്ര ഇഷ്ടമല്ലത്. അപ്പം ഞാൻ അതൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പുറത്ത് മോര് കാച്ചാൻ വെച്ചിട്ടുണ്ട്. അതിനോട് ഇനി ഒന്ന് കടുക് വറുത്തെടുക്കണം. ഇന്നലെ ഞാൻ തോന്നുന്നു മായ ചോദിച്ചു ഇപ്പം മോര് കറി കാണുന്നില്ലല്ലോ എന്ന്. ഇപ്പം ഈ മോര് വെച്ചാൽ ഇവനാ കൂടുതലും ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളവർ അങ്ങനെയൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ വെച്ചാൽ ഒരു 4-5 ദിവസമെങ്കിലും കാണും. ഇപ്പം ചൂടായതുകൊണ്ട് ഞാൻ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കും, പിന്നെ ആവശ്യത്തിനുള്ളത് എടുക്കും. അപ്പം സാധാരണ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. എന്നാൽ ഞാൻ ചിന്തിച്ചു ഉച്ചയ്ക്ക് എൻ്റെ ജോലികൾ കഴിഞ്ഞിട്ട് ഞാനത് ഉണ്ടാക്കിയിട്ട് 4 മണിക്ക് ഇവർക്ക് കൊടുക്കാമല്ലോ എന്ന്. അങ്ങനെ അതൊന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കഴിച്ചത് ഇങ്ങനെ ഉപ്പ് നീരൊക്കെ ഉണ്ടാക്കി പച്ചമുളകും ഉള്ളിയും വെളിച്ചെണ്ണയും ഇട്ട്. പിന്നെ അവർക്ക് 4 മണിയാണ് പ്രൈസിന് ഇതിപ്പം ഭയങ്കര ഇഷ്ടമാണ്. അവരെല്ലാവരും കഴിച്ചു. നല്ല ചൂടോടാകുമ്പം തണുത്തിട്ടാണെങ്കിൽ പോളിന് ഇപ്പോൾ ഇഷ്ടമല്ല, നേരത്തെ കഴിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് 3-നും 4 മണിക്ക് അതാ കൊടുത്തത്. അവന് ടൊമാറ്റോ ചട്നി വേണ്ട. എന്താടാ അതൊന്ന് കഴിച്ചു നോക്കിയോ നീ? അവന് ടൊമാറ്റോ ചട്നി വേണ്ട. എന്താടാ അതൊന്ന് കഴിച്ചു നോക്കിയോ നീ? പിന്നെ ഞാൻ അവന് ചിക്കൻ്റെ അച്ചാർ കൂട്ടിയാണ് കൊടുത്തത്. അവൻ കഴിക്കാൻ പോവുക. കുറേ സമയമായി, മറ്റുള്ളവരൊക്കെ കഴിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് ഇവൻ ഒത്തിരി കഴിഞ്ഞിട്ട് ആ ടൊമാറ്റോ ചട്നി കണ്ടതുകൊണ്ട് വേണ്ടാന്നും പറഞ്ഞ് നിന്നെയാണ്. പിന്നെ ഞാൻ ഇത് കൊടുത്ത ഉടനെ ഇത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കഴിച്ചതാണ്. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനിയും കാണിക്കുന്നത് പിറ്റേ ദിവസത്തെയാണ്. പിറ്റേ ദിവസം രാവിലെ അവർക്ക് മാഗി ഉണ്ടാക്കി കൊടുത്തു. അപ്പം എനിക്ക് ഇച്ചിരി കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ട് റവ ഇച്ചിരി കൂടെ ഇരിപ്പുണ്ടായിരുന്നു. ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ച് സവാള എല്ലാം ഒന്ന് ഇത്തിരി ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് സവാളയും ഉഴുന്ന് പരിപ്പും എല്ലാം ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇച്ചിരി കപ്പലണ്ടിയും കൂടെ ഇട്ട് ഇടയ്ക്ക് കടിക്കാനായിട്ട് ഇട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി. ഇന്ന് പഴമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഈ കപ്പലണ്ടി ഇങ്ങനെ ഇടയ്ക്ക് ഇട്ടത് കൊണ്ട് നമുക്ക് ഇത്തിരി ഇടയ്ക്ക് ആ കപ്പലണ്ടി കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ റേച്ചാനും ഇതാ കഴിച്ചത്. അപ്പോൾ ഇതുണ്ടാക്കി വെക്കുമ്പം ചിലപ്പം തോന്നുമെങ്കിൽ കഴിച്ചോട്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു ഇച്ചിരിയും കൂടെ ഒന്ന് കൂടുതലുണ്ടാക്കിയത്. പോള് വന്ന് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞ് ആദ്യം പറഞ്ഞാൽ നല്ലതായിരുന്നു, പിന്നെ ഒരു സ്പൂൺ എടുത്ത് കഴിച്ചിട്ട് പറഞ്ഞാൽ വേണ്ടാന്ന്. അപ്പം പിന്നെ അച്ചാർ ഇവർക്ക് ചിക്കൻ അച്ചാർ ഇട്ട് വെച്ചായിരുന്നു. അതൊക്കെ ഇനിയൊന്ന് ബോട്ടിലാക്കി വെക്കണം. അപ്പോൾ അവർക്കൊരു ഇച്ചിരി ചാറായിട്ടാണ് എടുത്തത്. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചാറാക്കത്തില്ല. ഇവർക്ക് ഇച്ചിരി ചപ്പാത്തിയൊക്കെ കഴിക്കുവാണെങ്കിൽ ഇച്ചിരി ചാറിരുന്നോട്ടെന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇനിയൊന്ന് എടുത്ത് തയ്യാറാക്കി വെക്കട്ടെ. പിന്നെ പെട്ടികളൊക്കെ എടുത്ത് മേളിൽ നിന്ന് താഴെ എടുത്തത്. അപ്പം ഞാൻ പോളിനോടാണ് പറഞ്ഞത് എടാ അത് മേളിൽ കയറി എടുക്കുന്നത്. അപ്പം ഞാൻ അടുക്കളയിൽ നിന്നാണ് ഇവിടെ ഭയങ്കര മമ്മിയെ എന്നൊക്കെ ഒരുത്തം കിടന്ന് വിളിക്കുന്ന പ്രൈസൻ. ഞാനപ്പം ചെന്ന് നോക്കിയാണ് എന്തുവാ ഇതാ. അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്. ചേട്ടച്ചാര് അനിയനെ എടുത്ത് കട്ടിലയിലോട്ട് നിർത്തിയിട്ട് അവനോട് എടുക്കാൻ പറയുക. പക്ഷെ അവന് എത്തിയില്ല. പിന്നെ പോൾമോൻ തന്നെ കയറി എടുക്കുമായിരുന്നു. അതെല്ലാം ഞാനിങ്ങനെ കവറിട്ട് വെച്ചേക്കുമായിരുന്നു. എന്നാലും ഇങ്ങനെ ഇതിൻ്റെ അകത്ത് അടച്ച് വെച്ചേക്കുവാന്നേലും പൊടിയുണ്ട് ശരിക്കും. ഇപ്പോൾ ഈ പണിയും കൂടെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാം ഒരു ഇതായിട്ട് ഇരിക്കുക. പിന്നെ പെട്ടിയെല്ലാം എടുത്ത് അതെല്ലാം തുടച്ച് പിന്നെ ഇട്ടിരുന്ന കവറുകളെല്ലാം പൊടിയായിരുന്നു. ഞാൻ പിന്നെ അതെല്ലാം കഴുകി വെയിലത്തിട്ട് ഉണക്കിയിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ മടക്കി എല്ലാം എടുത്ത് മേളിൽ തന്നെ വെച്ചു. ഇനിയും തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈ പെട്ടികൾ വീണ്ടും എടുത്ത് വെക്കണ്ടേ. അങ്ങനെ അന്ന് എനിക്ക് നല്ല അലർജി ആയിരുന്നു. നല്ല ഡസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഡസ്റ്റ് ആയതുകൊണ്ട് അതുപോലുള്ള അലർജി ആയിരുന്നു. പൂർവ്വം പറഞ്ഞാലും കൊച്ച് ഒത്തിരി കഷ്ടപ്പെട്ടു. അവൻ പറഞ്ഞു മമ്മി അങ്ങ് മാറി, ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് അവനെന്തെങ്കിലും വരുമോ എന്നുള്ള പേടിയാണ്. അപ്പം നമ്മുടെ ചിന്ത നമുക്കെന്തെങ്കിലും വന്നാലും മറ്റുള്ളവർക്കൊന്നും വരില്ലെന്നല്ലേ. എന്ത് വന്നാലും കൊച്ചു ഞാനൂടെ ചെയ്ത് എനിക്കന്ന് നല്ല രാത്രി നല്ല കണ്ണ് ചൊറിച്ചിലും അല്ലാത്ത ഇത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ പച്ചക്കറി ഒന്നും അരിയാനായിട്ടൊന്നും നിന്നില്ല. ചെറുപയർ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അതങ്ങ് തോരൻ വെക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ അന്ന് പറഞ്ഞില്ലേ ചെറുപയർ
ഒക്കെ ഇരിപ്പുണ്ട്, അതങ്ങ് എളുപ്പം തീർക്കാമെന്ന്. അപ്പം ജയശ്രീ പറഞ്ഞായിരുന്നു ബോട്ടിൽ ഇട്ട് വെച്ചാൽ കുഴപ്പമില്ല, പന്നലാവത്തില്ലെന്ന്. ഞാൻ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഇട്ട് വെക്കുന്നത്. പക്ഷേ നമ്മൾ 1 മാസം കഴിഞ്ഞാലേ വരത്തുള്ളൂ. ഇപ്പം ഇച്ചിരി നേരത്തെ വാങ്ങിച്ചതുമാണ്. അത്രയൊക്കെ ആകുമ്പോഴത്തേക്കിന് ചിലപ്പോൾ അത് വരുമെന്നുള്ള ഇതുകൊണ്ട് ഞാനങ്ങ് പെട്ടെന്ന് എടുത്ത് തീർത്തതാണ്. ഇപ്പോൾ 2 ദിവസത്തെ വീഡിയോ ഇട്ടിട്ടും ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. ആരെയും ബോറടിപ്പിക്കണ്ടെന്ന് ചിന്തിച്ച് നാട്ടിൽ പോകാറായപ്പോൾ ഇനി ആരെയും ബോറും അടുപ്പിക്കണ്ട, അതുകൊണ്ടങ്ങ് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. ചുമ്മാ തമാശ പറഞ്ഞു കേട്ടോ. തമാശയായിട്ട് എടുക്കുന്നവർക്ക് തമാശയായിട്ട് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കമൻറ്റ് വിടണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരേ. എന്നിട്ട് ആ ബെല്ലേക്ക് ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.